Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I'll worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I'll worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your
ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി. ഹല്ലേലൂയ. ആമേൻ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എന്നിൽ നീൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നീൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആത്മദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂമിൽ ഞങ്ങൾക്കല്ലവാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂമിൽ ഞങ്ങൾക്കല്ലവാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം. നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം
പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ എല്ലാം ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ ആത്മദായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനായി വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം നിന്റെ പൊന്നു നാമമഹത്വത്തിനായി ദിനം സ്തുതിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊന്നു നാമമഹത്വത്തിനായി ദിനം സ്തുതിപ്പാൻ കൃപ നൽകണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി ആമേൻ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ ഹല്ലേലൂയ ആമേൻ 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 അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ വിഖമാനദരമോക്ഷവന്തരാജ അഖനാദിരാജരകനദരബലബരമോക്ഷദരസ് ഹല്ലേലൂയ 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 ആമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ രേതനാദിരാജരകനദരാജരകനദരബലബരമോക്ഷസ് ആമേൻ Hallelujah, hallelujah. Praise you, Lord. Thank you, Lord. Hallelujah. കർത്താവേ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. Praise you, Jesus. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ. കടന്നു വന്ന ദൈവമക്കൾക്കും ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ദൈവജനത്തിനും ഒരിക്കൽ കൂടെ വന്ദനം. ഒരു രാത്രി കൂടെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി സഭയുടെ പ്രാർത്ഥനയായി കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയിലും നമ്മൾ അവിടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ സ്റ്റഡിക്ക് ചിലരൊക്കെ കൂടി വരികയൊക്കെ ചെയ്തു. എന്നാൽ വീണ്ടും ഇന്ന് രാത്രിയിൽ നമുക്ക് മുഖാമുഖമായി ചിലർക്കെങ്കിലും കാണുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, പ്രാർത്ഥിക്കാൻ കർത്താവ് ഇടയാക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ വിശേഷ കൃപ നമ്മുടെ മേലുണ്ട്. നമ്മെ ദൈവം അനർത്ഥങ്ങളിൽ, അപകടങ്ങളിൽ നിന്നെല്ലാം സൂക്ഷിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു.
പ്രത്യേകാൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും നമുക്ക് വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കട്ടെ. നാം എല്ലാവരും അറിയുന്നത് പോലെ, കടന്നു പോകുന്നത് പോലെ ഒരു സെക്കൻഡ് വേവ്സ് നമ്മുടെ ദേശത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്ട്രീറ്റ് വരെ അത് വന്നെത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ന്യൂ ഹെംസ്റ്റഡ് റോഡിൻ്റെ അപ്പുറത്തെ വശം വരെ റെഡ് സോണാണ്. ഇതിനിപ്പുറം നമ്മൾ ബോർഡറിൽ നിൽക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. നമുക്കിപ്പോൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പോലുള്ള പ്രാർത്ഥനകൾ സാധ്യമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനിയും മാറിപ്പോകാതിരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു ആരാധനയ്ക്ക് ഒരുമിച്ച് വന്നിരുന്ന് ആരാധിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. അത് നമുക്ക് നഷ്ടമാകുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രയാസം അധികമായിട്ട് അറിയുന്നത്. അത് നഷ്ടമാകാത്തിടത്തോളം കാലം അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയത്തില്ല. ഈ കഴിഞ്ഞ ചില മാസങ്ങൾ നമുക്കത് നഷ്ടപ്പെട്ടപ്പോൾ വലിയ ഭാരമായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഇടയിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അവർ വിശേഷാൽ എക്സ്ട്രാ പ്രിക്കോഷൻസ് എടുക്കേണ്ടവരാണ്. അത് അവർ പരിജ്ഞാനത്തോടെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് പ്രത്യേകാലൊരു മീറ്റിങ്ങിൽ ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുന്നതോ പറയുന്നതോ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാനത് പറയത്തുമില്ല. പ്രസംഗകന് ഓഡിയൻസ് വേണ്ടേ പ്രസംഗം കേൾക്കാൻ? അപ്പം ഞാൻ തന്നെ എങ്ങനെയാ നിങ്ങളോട് ആരോടെങ്കിലും വരണ്ടെന്ന് പറയുമോ? നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗം കേൾക്കുമ്പോഴാണ് എനിക്കും ഒരു ആവേശം പ്രസംഗിക്കാൻ. സ്തോത്രം. അതുകൊണ്ട് the preacher always need audience, so I never say that you don't come, but it is our common sense to judge the situation and take the right decision and act wisely. Okay, it's each of your responsibility. It's my responsibility as well as your responsibility to act wisely. So in this situation, we all know what we are going through, and we don't need to be taught by anyone what to do. Situations such as this. So I'm here to just remind you and want really appreciate your cooperation and in taking care of things in a very wisely manner, and continue to do it, and may God continue to bless you and keep all of you safe. കർത്താവ് ഇതുവരെ നമ്മെ നടത്തിയ വിധങ്ങൾക്കായി വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. I'm going to speak something very different from what I normally speak tonight. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം, നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഈ ആരാധന നടക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ. ഇറ്റ് ഈസ് നോട്ട് an accident. We are not by accident. How many of you believe with me that I'm not an accident? I'm born to this world not by accident. It is the plan and purpose of Almighty God. Amen. I believe none of us are accident. Praise the Lord. Maybe you hear this from all over the world. നിങ്ങൾ പലർത്തും ഇത് കേൾക്കുന്നുണ്ടോ? Oh, that boy is an accident. That girl is an accident. I never thought of that. It was an accident. We never planned for it. This is a worldly language. This world has a language, and we have another language which we call as a Christian language. Praise the Lord. We don't speak like a worldly man speak. We don't speak like a worldly woman speak. We speak differently because we know the purpose of manufacturing us. We know who created us and the purpose of creating us. So that's why I said we are not by accident. We are by the plan of God. We are in the plan of God. Amen. നമ്മുടെ അമ്മയപ്പന്മാരൊക്കെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, the great manufacturer, already planned and thought about us. Amen. So even tonight we are sitting here, some of us are watching us online. None of us are accident. We are in the plan of God. So the question is, why do you exist? What is the purpose of you being here on this planet? എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? I'm going to ask you certain questions tonight to think about it, because this is
you might have heard similar type questions from people, different people, your friends, your work circle. Why am I here? What is the purpose of being here? People ask these type of questions because every individual, എല്ലാ മനുഷ്യർക്കും ഉള്ള ചില ചോദ്യങ്ങളാണ്. ഞാൻ എന്തിന് ഇങ്ങനെ ജീവിക്കുന്നു? ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? തന്നെത്താനെ ചോദിക്കുന്ന, മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ബില്യൺസ് ഓഫ് ആൾക്കാർ ജീവിക്കുന്ന ഈ പ്ലാനറ്റിൽ, ഈ ഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ എന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? What is the importance of just me being here as an individual among these several billions of people who lives in this planet? What makes difference if I do not exist? Does that make any difference? Yes, it does. It does. ഇത്രയും കോടിക്കണക്കിന് ജനം താമസിക്കുന്ന ഭൂമിയിൽ ഒരാൾ മരിച്ചു പോയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവ പൈതലായ ഞാൻ മനസ്സിലാക്കുന്നു, ആസ് എ ക്രിസ്ത്യൻ, ആസ് എ ട്രൂ ചൈൽഡ് ഓഫ് ഗോഡ് ഹു ബിലീവ്സ് ഇൻ ദ ഹോളി ബൈബിൾ, ഹു truly understand, very clearly understand that any individual who born to this earth is not by accident. It is the creation of living God. Amen. എന്നെ പോലെ ഈ ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരെയും, either homeless or who lives in the palace, in the mansion, a president or a general audience who just walk through the streets. Either you travel in a luxurious car or you just walk by the street. You are a rich man or a poor man. You are educated or you are uneducated. You are white or black or brown or any other race, creed, color, doesn't matter. Every human being, every individual on this planet is a creation of God. ദൈവത്തിൻ്റെ നിർമ്മിതിയാണ് ഞാനും നിങ്ങളും മനുഷ്യരാണ്. നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. So every creation by God is important to God. Praise the Lord. ഇവിടെ കുറേ പേര് കൂടി നിന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക, പാസ്റ്റർ ഇതിൽ എത്ര പേര് ആരെയൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ എനിക്ക് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് പുറത്തുള്ളവരെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പമുള്ള, നമ്മുമായിട്ട് ബന്ധമുള്ളവരെയാണ് നമുക്ക് പ്രിയമുള്ളത്. മറ്റുള്ളവർ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം ഭൂമിയിലുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഞാൻ, ദൈവത്തിന് സകല മനുഷ്യരും വിലയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാത്മാവ്, അത് മലയാളിയല്ല, അത് അമേരിക്കക്കാരനല്ല, അത് ആഫ്രിക്കക്കാരനല്ല, അത് ചൈനക്കാരനല്ല, ഏതൊരു മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന് സർവ്വഭൂമിയെക്കാളും വിലയുള്ളതാ എന്ന് വേദപുസ്തകം പറയുന്നു. Amen. Regardless of any race, color, creed, language, and every spirit, every soul is important and valuable to God than the universe. ഭൂമിയെക്കാളെല്ലാം, സർവ്വഭൂമിയെക്കാളും വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ അവൻ റോഡിൽ കിടക്കുന്നവനാണെങ്കിലും കൊട്ടാരത്തിൽ വാഴുന്നവനാണെങ്കിലും അവൻ ദൈവത്തിന് പ്രാധാന്യമുള്ളവനാണ്. ഒരു മനുഷ്യനും ദൈവം തള്ളിക്കളഞ്ഞവനല്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാ. ദൈവത്തിന് സ്തോത്രം. സോ അത്രയും ശ്രേഷ്ഠമായ സൃഷ്ടിയായ മനുഷ്യൻ, എന്തിനാണ് അവനെ ദൈവം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്? വൈ ആർ യു ക്രിയേറ്റഡ് ബൈ ഗാഡ്? എന്തുകൊണ്ടാണ് എന്തിനാണ് ദൈവം എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്? വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് കമ്മിങ് ടു ദിസ് എർത്ത്? വൈ ആം ഐ ഹിയർ? ദൈവത്തിന് സ്തോത്രം. എന്താണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം? എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം സക്സസ് ആണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് I want to be success. And every individual want to be successful in their life, right? I want to be successful when I study in my class. I want to be successful in my career. I want to be successful in my family life. I want to be successful in everything that I do. Am I right? Yes. എനിക്ക് എല്ലായിടത്തും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് പരിപൂർണ വിജയം, സക്സസ് ആയിരിക്കണം. ഞാൻ സക്സസ്ഫുൾ ആകണമെന്ന് എൻ്റെ ആഗ്രഹം. എല്ലാ മനുഷ്യൻ്റെ അടുത്തും ചോദിച്ചാൽ അവരങ്ങനെ തന്നെ പറയും.
എന്ത് ജോലി ചെയ്യുന്നവനോടും എവിടെ പോകുന്നവനോടും ചോദിച്ചാൽ പറയും എനിക്ക് സക്സസ് ആകണം. സക്സസ് എങ്ങനെ ഉണ്ടാകുന്നത്? എവറി സക്സസ് ഓർ റിസൾട്ട് ഓഫ് എ ഡിസിഷൻ. എവറി സക്സസ് is a result of a decision. A success is a result of a decision. And every failure is the result of decision. So your decision determine your success. തീരുമാനമാണ് വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും നമ്മുടെ തീരുമാനമാണ്. നമ്മുടെ തീരുമാനമാണ് നമ്മളെ എവിടെ എത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കുന്നു അതാണ് നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ എവിടെ എത്തിക്കണമെന്ന്. ഇന്ന് രാത്രിയിൽ ഞാൻ പരാജയപ്പെടണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ല. നിങ്ങളാരും ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം ചെയ്താലും അത് സക്സസ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ ആരും തോക്കാൻ വേണ്ടി പഠിക്കുകയില്ല. തോക്കാൻ വേണ്ടി പഠിക്കും ആരെങ്കിലും? എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളെല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് ഓടുന്നത്, ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാടുപെടുന്നത്, അധ്വാനിക്കുന്നത്. ആൻഡ് എവറി ഹാർഡ് വർക്ക് ആൻഡ് എവറി എഫർട്ട് ദാറ്റ് യു മേക്ക് ഇൻ യുവർ ലൈഫ് ടു ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. ബട്ട് there are people who can distract you from the success. There are things in the world that can distract you from your success. അല്ലേ? നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാൻ നിങ്ങളെ തടഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുതിരവണ്ടി കണ്ടിട്ടുണ്ടോ? ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ കുതിരവണ്ടി കയറിയിട്ടുള്ളവർ കയറിയ കുതിരവണ്ടി? ഇവരാരും കയറിയിട്ടില്ല. ഇവർ ലാൻകാസ്റ്ററിൽ കൊണ്ടുപോകണം, ഫിലഡൽഫിയയിൽ. അവിടെ കുതിരവണ്ടിയുണ്ട്. എന്താ പറയുന്നത് കുതിരവണ്ടി? ഹോഴ്സ് കാരേജ്, റൈറ്റ്, ഹോഴ്സ് കാരേജ്. All right, and വേറൊരു പേരുണ്ട്, ഡിഫറെന്റ് നെയിം, I forgot about it. All right, കുതിരവണ്ടിയിൽ കുതിരയെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? Okay, കുതിരയെ anyone has not seen horses? Danny saw horses. See, he lifted his hands. Praise the Lord. So കുതിര കണ്ടിട്ടില്ലാത്തവരുണ്ട്. നിങ്ങളെല്ലാവരും അടുത്ത വർഷം കോവിഡൊക്കെ തീർന്നിട്ട് ഞാൻ എല്ലാവരെയും കൊണ്ടുപോയി കുതിര കാണിക്കാം കേട്ടോ. കാരണം വേദപുസ്തകത്തിൽ കുതിരയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കുതിരയെക്കുറിച്ച് നിങ്ങൾ കണ്ടിരിക്കണമല്ലോ. കുതിരയെ വാഹനമൃഗമായിട്ട് അല്ലെങ്കിൽ വാഹനമൃഗമായിട്ടാണ് കുതിരയെ കണ്ടിരിക്കുന്നത്. ടു പുൾ ദ കാർട്ട് ഓർ ടു ക്യാരി ഓൺ. അതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യും, ടു ട്രാവൽ. സോ കുതിര ഭയങ്കര പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഒരു ജന്തുവാണ്. അത് ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ അതിൻ്റെ മുഖപ്പട്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിനെ ഒരു ഷീൽഡ് വച്ച് അതിൻ്റെ കണ്ണിനെ മറയ്ക്കും. ഈ കുതിരയുടെ രണ്ട് ഭാഗത്തും, കണ്ണിൻ്റെ രണ്ട് ഭാഗത്തും ഷീൽഡ് വച്ച് അതിനെ ഇങ്ങനെ ഷീൽഡൊക്കെ വെച്ച് മറച്ച് കിട്ടിക്കും. ദാറ്റ് മീൻസ് they can focus only into the front. അവരുടെ മുൻവശം മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇങ്ങനെ ഓടിപ്പോകുന്ന വഴിയിൽ പച്ചിലേക്ക് കണ്ടു കഴിഞ്ഞാൽ കുതിര തിരിഞ്ഞ് അങ്ങോട്ട് പോകും. അതിൻ്റെ പുറത്ത് ആളിരിക്കുന്നുണ്ടോ, അത് വണ്ടി വലിച്ചുകൊണ്ട് വരികയാണെന്നൊന്നും അതിന് അറിയേണ്ട കാര്യമില്ല. അതിനെന്തെങ്കിലും ഇഷ്ടമുള്ളത് കണ്ടാൽ അത് ആ വഴിക്ക് തിരിഞ്ഞു പോക്കളയും. അതിനെ നേരെ കൊണ്ടുപോകാൻ അതിന് എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് വച്ച് അതിനെ കറക്റ്റ് ചെയ്ത് അതിനെ സ്ട്രെയിറ്റ് ഫോർവേഡ് കൊണ്ടുപോകാനായിട്ട് മനുഷ്യർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുതിരയെ പട്ട വച്ച് അടച്ച് മുഖക്കൊട്ടെ വെച്ച് പൊതിഞ്ഞ് അതിൻ്റെ കണ്ണിനെ മുൻവശത്ത് മാത്രം കാണുമാറാക്കി അതിൻ്റെ പർപ്പസിൽ, അതിൻ്റെ ഡെസ്റ്റിനിയിൽ എത്തിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നത് പോലെ നമ്മളെ ദൈവം നേർവഴിക്ക് നടത്തി നമ്മളെ സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുമ്പോൾ വഴിയിൽ നിന്നെ ടെംപ്റ്റ് ചെയ്യുവാൻ, ഓൺ യുവർ വേ there are things can tempt you to distract you. His name is the devil. Amen. The one who stand besides, the one who stand behind to distract you. നിന്നെ തെറ്റിക്കാൻ, നിന്റെ ലക്ഷ്യം തെറ്റിക്കാൻ, നിന്നെ വഴി തെറ്റിക്കാൻ, നിന്റെ സക്സസ്ഫുള്ളിൽ നിന്നെ തകർക്കാൻ, നിന്റെ ഡെസ്റ്റിനി എത്താതെ നിന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവൻ ആരോ, അവൾ ആരോ, അവൻ നിന്റെ സ്നേഹിതനല്ല, അവൾ നിന്റെ സ്നേഹിതയല്ല, അവൻ നിന്റെ ശത്രുവാണ്.
നിന്റെ സക്സസിന് വിരുദ്ധമായി എഴുന്നേൽക്കുന്നവൻ മനുഷ്യനായാലും പിശാചായാലും അത് നിന്റെ മിത്രമല്ല, അത് നിന്റെ ശത്രുവാണ്. എനിത്തിങ് or anyone who stand against your destiny and your successful is not your friend, rather that is your enemy. You need to count that person as your enemy, because he or she is not going to help you to get your destiny. You can determine who they are. നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ നിന്നോട് പറയുമ്പോൾ ആ സക്സസ്ഫുൾ ലൈഫിലേക്ക് നിനക്ക് പോകാതിരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നവർ നിന്റെ ശത്രുവാണ്, അവൻ നിന്റെ മിത്രമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിന്റെ മിത്രത്തെയും നിന്റെ ശത്രുവിനെയും നീ തിരിച്ചറിയണം. ഐഡന്റിഫൈ യുവർ ഫ്രണ്ട് ആൻഡ് എനിമി ടുനൈറ്റ് ഓൺലി ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഫോർവേഡ്. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സക്സസ് ആകത്തില്ല ലൈഫിൽ. ഒരു മിത്രം മാത്രമല്ല ഇവിടെ ഉള്ളത്, നിനക്കൊരു ശത്രുവും കൂടെ ഉണ്ട്. സ്തോത്രം, സ്തോത്രം. There are enemies. There are enemies. Remember always, if you want to be a successful Christian in your life, remember not just the friends around you, you are surrounded by some of the enemies too. You need to identify and understand who is your friend and who is your enemy. Praise the Lord. ശത്രുവിനെ തിരിച്ചറിഞ്ഞെങ്കിലേ നമുക്ക് മുൻപോട്ട് പോയി സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. I just want to borrow couple of questions or a thought that mentioned by a preacher, a great preacher and a writer, Dr. Miles Monroe. He wrote like this, 5 questions I'm borrowing from him. The 5 question number 1, if you want you can write it down. The question by the general audience, general people generally ask, okay, as an individual, everyone, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്നത്. Question number 1, who am I? ഞാൻ ആരാകുന്നു? These are the 5 questions that you need to ask tonight to yourself. Who am I? Question number 2, where am I coming from? Where am I from? ഞാൻ എവിടുന്ന് വരുന്നു? And question number 3, why am I here? ഞാൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് ഇവിടെ ആയിരിക്കുന്നു? And question number 4, what I can do? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? And question number 5, where am I going to? എല്ലാ മനുഷ്യരും, എല്ലാ ജാതിക്കാരും, എല്ലാ രാജ്യക്കാരും, എല്ലാ ഭാഷക്കാരും, എല്ലാ വർഗക്കാരും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങൾ ഇന്നും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ചോദ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ന് രാത്രിയും പ്രസക്തമായിരിക്കാം. നമ്മോടും ചോദിക്കുന്ന ചോദ്യമായിരിക്കാം, നാമും ചോദിച്ചു കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കാം. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. Who am I? Number 2, where am I from? Number 3, why am I here? Number 4, what I can do? And number 5, where am I going to? ഈ 5 ചോദ്യങ്ങളും നാം ഉത്തരം കണ്ടുപിടിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഈ 5 ചോദ്യങ്ങളും നിങ്ങളുടെ സക്സസ്ഫുൾ ലൈഫിലേക്കുള്ള ചവിട്ടുപടികളാണ്. These are the 5 questions. Those are the steps, 5 steps to your success. So as an individual, as a pastor, as a man, as a husband, as a brother, as a son, as a father, and I want to be successful in my life. That is my ambition. And I believe that each of you listening to me tonight also have the same ambition or desire in your heart that you want to be successful in your life in different ways. So if you want to be successful in your life, you need to find answers for these 5 questions. ഈ 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളിലേക്കുള്ള വഴി കണ്ടെത്താനായിട്ട് പറ്റും. ഉദാഹരണം വ്യക്തമാക്കാൻ പോകുകയാണ്. അത് വിശദീകരിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രസംഗം ചെറിയ ഒരു സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും ഒരുപാട് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്. When I say products means it's produced by someone. It's a manufacturing products, all right? The products means not just came up once in a day, but it is manufactured by somebody. There is a manufacturer behind every products. And we buy a lot of things and we use a lot of things in day-to-day life. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയതാ, ആരുടെയൊക്കെ സൃഷ്ടിതാ, അവനൊരു മാനുഫാക്ചർ ഉണ്ട്. മാനുഫാക്ചർ.
ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതുവരെ മാനുഫാക്ചറെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നമ്മുടെ മാനുഫാക്ചർ, there is somebody behind this design, right? നമ്മളെ ഇങ്ങനെ സൃഷ്ടിക്കുവാൻ ഇതിന്റെ പിന്നിൽ ഒരു ഉപജ്ഞാതാവ്, ഒരു ക്രിയേറ്റർ, ഒരു മാനുഫാക്ചറർ, ഡിസൈനർ ഉണ്ട്. അതാണ് ദൈവം. അത് നമ്മൾ അറിഞ്ഞു വിശ്വസിക്കുന്ന കാര്യമാണ്. So everything that you use, even the microphone that I hold, even this podium, even the piano, and every equipment that you can count on here has a manufacturer. Praise the Lord. എല്ലാവരും മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. എൻ്റെ കയ്യിൽ മാനുഫാക്ചർ ചെയ്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുണ്ട്, ഇലക്ട്രിക്കൽസ് ഉണ്ട്, വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ട്. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പേരുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിന്റെ പേരെന്താണെന്ന് പറയാമോ? ഫോൺ, സെൽ ഫോൺ അല്ലെ? ഇതിന്റെ മാനുഫാക്ചർ ആരാണെന്ന് പറയാമോ? കാണാൻ പറ്റുന്നില്ലേ? ആപ്പിൾ. എങ്ങനെ അതറിയാം? ഇതെങ്ങനെയാണ് നിങ്ങൾ ആപ്പിൾ എന്ന് പറഞ്ഞത്? താങ്ക് യു ആന്റി. ഈ ഫോണിന്റെ പുറത്ത് ഒരു ഇമേജ് ഉണ്ട്, റൈറ്റ്? ഒരു ഇമേജ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കിയാൽ ആപ്പിളിന്റെ ഫോൺ ആണെങ്കിൽ ആപ്പിളിന്റെ ഫോണിന്റെ പുറകിൽ ഒരു ഇമേജ് ഉണ്ട്. അതിനകത്തൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ആ ഇമേജ് കണ്ടാൽ നമുക്കറിയാം ഇത് ആരുടെ പ്രോഡക്റ്റാ? Apple product. And every products by Apple that you may find this image. Am I right? Right. So by the image or the sign or the symbol or the emblem or whatever you want to call, by this image you know who stand behind, who make this product. Right? So Apple ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ആപ്പിൾ വാങ്ങിക്കുമ്പം ആപ്പിളിന്റെ കമ്പ്യൂട്ടർ ഉണ്ട്, ആപ്പിളിന്റെ ലാപ്ടോപ്പ് ഉണ്ട്. I'm not here representing Apple, okay? ഞാൻ പരസ്യം പറയാൻ നിൽക്കുവല്ല. I'm just trying to make my point here. ആപ്പിളിന് പരസ്യം ഒന്നും പറയേണ്ട കാര്യമില്ല. സോ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സെൽ ഫോൺ ഉണ്ട്, ഐപാഡ് ഉണ്ട്, ഒരുപാട് പ്രോഡക്ട്സ് ആപ്പിൾ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. സോ എവറി പ്രോഡക്ട്സ് ദാറ്റ് യു ബൈ, ഓൾറൈറ്റ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പുതിയ ആപ്പിളിന്റെ ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ്, വാച്ച് ഒക്കെ മേടിച്ച് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പം do you remember that you are unpacking that? All right, as soon as you open the box, what do you see first? Manual. Malayali, we never opened that book. That's why we are Malayalis. We never touch that thing, right? We hate manual. We don't want to even read what is written in the manual. മാനുവൽ വായിച്ചിട്ട് ആ പ്രോഡക്ട്സ് എടുത്തവർ ഒരാളുണ്ട് കൈ ഉയർത്തി? മാനുവൽ വായിച്ച ശേഷം ആ പ്രോഡക്ട്സ് ഓപ്പൺ ചെയ്ത് കണ്ടവർ? നോ. ഐ ഗ്യാരണ്ടി യു വിൽ നെവർ ഓപ്പൺ ദ മാനുവൽ ആൻഡ് റീഡ് ദ മാനുവൽ ബിഫോർ യു ടച്ച്. ഒരു കൈ മാത്രം വരുന്നു, ആളെ കാണുന്നില്ല. കൈ എവിടെ നിന്ന് വരുന്നത് ഞാൻ നോക്കുന്നേ. കൈയുടെ ഉടമസ്ഥനെ കണ്ടില്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോ മാനുവൽ എന്താണ്? മാനുവൽ നമുക്കത് അറിയേണ്ട കാര്യമില്ല. നമുക്ക് മാനുവലേ കാണണ്ട, പിന്നെ എന്തിനാ മാനുവൽ എന്താണെന്ന് അറിയുന്നത്? മാനുവൽ മീൻസ് മേക്കേഴ്സ് മൈൻഡ്, മൈൻഡ് ഓഫ് ദ മേക്കർ. ദാറ്റ് ഈസ് വാട്ട് മാനുവൽ ഈസ്. So he is written very clearly in the manual. If you haven't seen one, you can go back to your home and look for the box. You may find it, it's still there. Look for the manual and open it and see. And it is very clearly printed in the manual, all right, what the maker meant by the product. Am I right? Yes. എന്തിനാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ആ മാനുവൽ വായിച്ചിരിക്കണം. സ്തോത്രം. And the maker, the manufacturer always instruct each customer to read carefully before you operate the product. And we never do that. All right? And every maker, എല്ലാ മേക്കേഴ്സും അത് പറയുന്ന കാര്യമാണ്, മാനുവൽ വായിച്ചിട്ടേ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഓൺ ചെയ്യാവൂ. എന്ന് പറഞ്ഞാൽ എന്താണ് മാനുവലിനകത്തുള്ളതെന്നാണ്. ആദ്യം മാനുവലിനകത്ത് കാണുന്നത് the promise. The promise. All right? He is promising, the Apple is promising, this is the purpose of
this product. The cell phone, this is how this is going to function. These are the function that Apple promise you when you use this product according to the manual. So the promise is given first, the purpose of having this product, all right? And number two, second thing that you can see is certain rules and laws. How to use, oh, come on. എന്നെ പഠിപ്പിക്കണോ? സെൽഫോൺ എത്ര കൊല്ലം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന, ഇനിയിപ്പോൾ സെൽഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നെ ആരെങ്കിലും പഠിപ്പിക്കണം. I know how to use it. No need to teach me. I know I don't need to read the manual. So I just go straight to the switch on button, right? And here we comes, very important thing. The manufacturer says the rules and regulation, all the laws, how to use this product. And certain Apple product, you cannot use it under the water, am I right? Certain products, you can use it. There are instructions, there are rules and laws given how to use. So the car manufacturer is manufacturing a car. You cannot put water instead of gasoline. What are you supposed to do? Unleaded gasoline only. കണ്ടിട്ടുണ്ടോ? ഗ്യാസ് അടിക്കാൻ പോയിട്ടുണ്ടോ? സഹോദരിമാരല്ല, സഹോദരന്മാരെ സാറിന് ഗ്യാസ് അടിക്കാൻ പോകുന്നത്. ഗ്യാസ് തീരുമ്പം പാർക്ക് ഇട്ടിട്ട് പറയും, അച്ഛാ ഗ്യാസ് തീർന്നിട്ടുണ്ട്, വണ്ടിയിൽ പോയി ഫില്ല് ചെയ്യണം. ചിലരങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ഗ്യാസ് ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അൺലിഡഡ് ഫ്യൂവൽ ഓർ ഗ്യാസലിൻ ഓൺലി. എൻ്റെ അർത്ഥം, നിങ്ങൾക്ക് അതിനകത്ത് മിറാൻഡായോ സ്പ്രൈറ്റോ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അത് റിക്വയർ ചെയ്യുന്ന ഗ്യാസലിൻ മാത്രമേ അതിനകത്ത് ഒഴിക്കാവൂ. വേറെന്തെങ്കിലും ഒഴിച്ചാൽ എന്താ സംഭവിക്കും? The engine begin to malfunction, right? Praise the Lord. So instruction ധിക്കരിക്കുമ്പോൾ, when you go against the instruction, when you break the law, it begin to malfunction, right? So അവിടെയാണ് തകർച്ച, അവിടെയാണ് പാളിച്ച ഉണ്ടാകുന്നത്. ലോ അറിയാത്തത് കൊണ്ട്, ഇൻസ്ട്രക്ഷൻ വായിക്കാത്തത് കൊണ്ട്, നിയമം മനസ്സിലാക്കാത്തത് കൊണ്ട്, you jumped into a wrong decision and you made a wrong decision to put the wrong thing in the engine. So the engine began to malfunction. Now the purpose is gone. The purpose driven thing is broke, right? എന്തിനു വേണ്ടി അതിനെ സൃഷ്ടിച്ചുവോ അതിന്റെ ഫങ്ഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിന് സക്സസ്ഫുൾ ആയി അത് വർക്ക് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? യു ബ്രോക്ക് ദ ലോ, യു വെന്റ് അഗൈൻസ്റ്റ് ദ ലോ. നിയമത്തിന് വിരുദ്ധമായി നീ പ്രവർത്തിക്കുമ്പോൾ നിന്റെ ഉപജ്ഞാതാവിന്, നിന്റെ സൃഷ്ടിതാവിന് നിന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ അതിന്റെ പർപ്പസിൽ സക്സസ്ഫുൾ ആയി എത്തിക്കുവാൻ കഴിയാതെ വരുന്നു. അവിടെയാണ് നീ ഫെയിലിയർ ആകുന്നത്. സ്തോത്രം, സ്തോത്രം. സോ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. when something is manufactured, it is manufactured with the law. Okay, so the engine of the car is manufactured or created to driven by only gasoline. There is a law already in place. The manufacturer is not going to come after you, I mean, to tell you each time and every car, this car has to be filled, this tank has to be filled with the gasoline, not the diesel, not the gasoline, but the diesel. It is already in place. The manufacturer is not coming to your home each time you buy a car or a truck to tell you this is a law. It is a natural law. I mean, for everything there is a law in place. It is so natural for a human being to understand. Don't expect the Creator to come every night and day to tell you, I mean, same-sex marriage is illegal. You should understand it is a natural law already in place. Fornication is illegal. It is not, good for your life. You will not get into success. God, the Creator, the manufacturer doesn't want you to regret in the future. So have fresh memories in your life. Amen. Sex before marriage or outside the marriage is sin. It is against the law. The Creator doesn't need to come and tell you to every time, every day, every night, whenever you meet somebody. It is already in place. It is a law. Do not bring your law into the church.
The law is already there by the Creator. Today, what is happening today is the generation after generation, we come to a new generation now. The new generation is making a new law, and they are bringing the law into the church, which is against the law of the Lord. Praise the Lord. So, Creator already created with the law. The problem is, you miss reading the manual. The problem is, you did not understand the manual. The problem is, you never heard the promise, and you never read the instruction, the rules, the law. The generation forgot to read and learn. So they are making their own rules now. And they start questioning the manufacturer. You know what happened? If you follow the instruction, the last pages of the manual, that is very important. Either you read it or not, you still take that page. You always keep that page. What is that? Guarantee and warranty. What is a guarantee means? The manufacturer says, as I promised, if you follow all the instruction, that I guarantee the warranty. Right? That means, after you follow all the instruction as per the manual, if it is delivered broken, it didn't function as I promised, or what we call manufactured defect, with the manufactured defect, you can ship it back in our expense. We will replace it or repair it in our expense, and we will send it back to you in our expense, or we will replace it in our expense. This happened with our piano. We had a problem with the piano. We called the manufacturer. They repair it and took it in their expense, fixed it in their expense, and sent us back in there. Am I right? We didn't pay, right? No, we didn't pay even a single penny. Sent it back to us in their own expense. That is why. Because their image is on the product. The name is on their product. The brand is on their product. To keep the brand, to maintain the name. അവരുടെ പേര് സൂക്ഷിക്കാൻ, അവരുടെ പേര് കളയാതിരിക്കാൻ. And they give us warranty for the sake of their name. Come on, people, they don't know you. The CEO of Yamaha doesn't know Ben. Do you know him? They don't know us. The Apple guy, he don't know me. Why he does that for you? In his expense, he take it back, fix it, and send it back on his expense. It is not that he is your friend. It is not that they are our friends or known to us. It is for their name's sake. Because of the image, they put it on their product, they guarantee it. And they have to fulfill the warranty. It is for the name's sake. You know, there was a brand in India, in Kerala. I don't know, most people remember, when I was very young, I remember we had a fan named Keithan. Keithan, how many of you remember Keithan? Do you remember the commercial? The advertisement of Keithan? In Malayalam? Namam matram dharalam. Namam matram dharalam. The name itself is more than enough. Keithan. You see everywhere, Keithan. Fan. Mostly fan. It's a very good brand. I don't know if we have it right now or not. It used to be. Very good brand. Namam matram dharalam. That means the name itself is more than enough. The name is your brand. How do you know the name is on the brand? How do you know the name is the... See, as you said, the image
is on this product shows that who manufactured and who promised and who wrote the guarantee and who wrote the warranty. We know that. If that is the case, let's read book of Genesis, chapter 1, verse 26. English വായിച്ചാട്ടോ. Genesis 1:26. And God said, let us make man in our image. മതി. God said, let's make man in our own, everyone say, image. I was talking about the image all this time. God said we will make man in our own image. സ്തോത്രം പറഞ്ഞേ. സ്വർഗത്തിലെ ദൈവം അവന്റെ ഇമേജ് എന്റെ മേൽ നിങ്ങളുടെ മേൽ വച്ചാ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നേ. സോ നാമം മതി നമ്മുടെ ഗ്യാരണ്ടിക്ക്. സ്തോത്രം. അവന്റെ ഇമേജ് അവൻ നമ്മൾക്ക് വച്ചിരിക്കുന്നിടത്തോളം കാലം അവനാ നമ്മുടെ ഗ്യാരണ്ടി. വാറന്റി തരുന്നത് ദൈവമാ. യു വിൽ ബി സക്സസ്ഫുൾ 100% because he has created us in his own image. You are not created to fail. You are not created to lose. You are not created to die on the middle of the age. You are created to be successful in your life because the image of God is in you. ദൈവം തന്റെ ഇമേജ് നിന്റെ മേൽ വച്ചിരിക്കുകയാണ്. അതാണ് നിന്റെ ഗ്യാരണ്ടി. വാറന്റി തരുന്നത് സ്വർഗത്തിലെ ദൈവമാ. If you keep your promise and follow the rules and regulation, it must function properly. If not, it's malfunction. നീ റോങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരുമ്പം, നീ റൂൾസിൽ മാലിന്യം കയറ്റുമ്പം, നിന്റേതായിട്ടുള്ള റൂൾസ് നീ ഉണ്ടാക്കുമ്പം, ദൈവസഭയ്ക്ക് ദൈവവചനത്തിനെതിരെ നീ പ്രവർത്തിക്കുമ്പം നീ മാൽഫങ്ഷൻ ചെയ്തു തുടങ്ങിയെന്ന അതിന്റെ അർത്ഥം. Then you will not fulfill the promise because you malfunction. You did not keep the law. You broke the law and you created your own law, or you diluted the law. You put the wrong thing in it and didn't function well. So you never reached the goal. You are a failure because you choose to do a wrong thing in your life. Praise the Lord. Praise the Lord. Look at the birds. Look at the birds. They know they are created to fly, not to swim. Look at the fish. They know they are created to swim, not to fly. Only man, only the creation man is always wanted to do and try something different which is against God's law. Praise the Lord. അവനെ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു. ആദാമിന് അവയെ ഭാര്യയായി കൊടുത്തുന്ന, ആദാമിന് വേറൊരു ബ്രദറിനെ ഉണ്ടാക്കി ഭാര്യയായി കൊടുത്തുന്നല്ല. Praise the Lord. And he created a female for the male. Now the man is making another law which is against the law of God. Praise the Lord. Hallelujah. See, ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ദൈവം ആ പദ്ധതിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവത്തോട് കൂടെ വസിക്കാൻ, ദൈവത്തോടൊപ്പം ഇരിപ്പാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. നമ്മളെ അതിലേക്ക് കൊണ്ടുപോകാതെ ദൈവത്തിന് സ്തോത്രം പുറകിലേക്ക് വലിക്കുന്ന ഒരുപാട് ചിന്താഗതികൾ നമുക്കുണ്ട്. ദൈവത്തിന് മഹത്വം. ആ ചിന്താഗതികളിൽ നിന്ന് നാം വിട്ടുപോന്നെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തീരാനായിട്ട് പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സോ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സകല സാമഗ്രികൾക്കും അതിൻ്റെ പുറകിൽ ഒരു മാനുഫാക്ചർ ഉണ്ടെങ്കിൽ, അതിന് ഗ്യാരണ്ടി പറയാൻ, ആ വാറണ്ടി തന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനൊരു ഉത്തരവാദിത്വമുള്ളവൻ ഉണ്ടെങ്കിൽ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഭൂമിയിലേക്ക് അയച്ച അതിന്റെ ഉത്തരവാദിയായ സ്വർഗത്തിലെ ദൈവത്തിന് എന്റെയും നിന്റെയും അവസാനം വരെ അല്ല, നിത്യത വരെ നിനക്ക് ഗ്യാരണ്ടിയും നിനക്ക് വാറന്റിയും തരുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കണം.
ദൈവത്തിന് സ്തോത്രം. And look at yourself tonight before you can walk out of this place, or you can turn off your computer. You may remember this tonight. If you are malfunctioning in any way in your life, anywhere in your life, you need to stop right there and think and go back to the manual, read it thoroughly and understand it completely. And അത് മനസ്സിലാക്കുക, ദൈവം എന്ത് ഉദ്ദേശത്തോടു കൂടെ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം and റൂൾസും റെഗുലേഷനും കൃത്യമായി അത് ഫോളോ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ഒരിക്കലും മാൽഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പുറകിൽ ഒരു പേരുണ്ട്, യേശുവിന്റെ നാമം നമ്മുടെ മേലുണ്ട്, അവന്റെ ഇമേജ് അവൻ നമുക്ക് തന്നിരിക്കുക. He put his image on us, so you cannot go wrong. So it is a time to fix your life. If anyone listen to me tonight, understand and thinks that something went wrong in your life that needs to be fixed right away, tonight is the day that God has put it up for you to fix it. You cannot malfunction anymore. You cannot go any more wrong. You cannot be failure in your life, because it is not for your sake, my dear friend. It is for God's sake. You need to fix it. If these things manufacture, if these things malfunction, the responsibility laid on the image and the owner of the image. The blame is on the image and the manufacturer. So when you and me malfunction, go wrong, you are blaming God, you are putting God's name in shame. നീ പാപം ചെയ്യുമ്പോ, നീ ദൈവത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി സംസാരിക്കുമ്പോ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോ, നിന്നെ സൃഷ്ടിച്ച പ്രവർത്തിക്ക് വിരുദ്ധമായി നീ പ്രവർത്തിച്ചു തുടങ്ങുമ്പോ, നീ നിനക്കല്ല നിന്റെ സൃഷ്ടിതാവിനെതിരെ പ്രവർത്തിക്കുക. നീ അവന്റെ പേര് തുച്ഛീകരിക്കുക, നീ ദൈവത്തിന്റെ നാമം ദുഷിക്കുക. അതുകൊണ്ട് നീ ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. If I am not standing on the purpose of my creator, I'm working against my creator. I malfunction sometime, but I have to fix it for the sake of name of God. Hallelujah. കർത്താവിന് ഇന്ന് രാത്രി നമ്മെ ഫിക്സ് ചെയ്യാൻ പറ്റും. How many of you believe with me? Our God can still fix us. Yes, He is our author. He is our creator. He knows each and everything that's happening in my life, in our life. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിലെ എല്ലാ തെറ്റും ശരിയും ദൈവത്തിന് അറിയാം. ഞാൻ എവിടെ റോങ് ആയാലും ദൈവത്തിന് അറിയാം. ഞാൻ എവിടെ പരാജയപ്പെട്ടാലും ദൈവത്തിന് അറിയാം. If something doesn't work in my life, my creator knows what is wrong with me. He can fix it. My brother, my sister, he can still fix it. Fix your life tonight. Allow him to fix it. Hallelujah. ദൈവത്തോട് പറ, കർത്താവേ എന്നെ ഫിക്സ് ചെയ്യണമേ. ദൈവഹിതത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള എൻ്റെ പോക്ക്, ദൈവത്തിന് വിരുദ്ധമായുള്ള എൻ്റെ പ്രവർത്തികൾ, എൻ്റെ ചിന്തകൾ ഫിക്സ് ചെയ്ത് എന്നെ നേർവഴിക്കാക്കണമേ എന്ന് ഇന്ന് രാത്രി നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സൃഷ്ടിതാവ് എന്നെ എന്തിനായി സൃഷ്ടിച്ചുവോ അത് മാത്രം ചെയ്യുവാൻ, ആ സക്സസ്ഫുൾ ലൈഫിലേക്ക് വരുവാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് ചേർന്ന് പറയുന്നവർ കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Every eyes be closed in the presence of God tonight. How many of you can really submit your life in the hands of God tonight? As we heard from the Bible, when God said, let us create man in our own image. Look at yourself, look at your heart, your life, and see, are you still functioning properly? നിങ്ങൾ ശരിക്കും ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ, ആ പർപ്പസിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ മേലുള്ള വിളി, നിങ്ങൾ തിരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ നിയോഗം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ദൈവത്തിന്റെ തിരുവഴുത്തിൽ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെയും പാലിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? Are you strictly following the rules and regulations and every law that's given by your creator? When God created man, he created them in his own image. He put his name on us. He put the image on us. So നമ്മൾ ദൈവത്തിന്റെ ഇമേജിന് കോട്ടം വരുന്നത് ചെയ്യാൻ പാടില്ല. അത് കോട്ടം വരുന്ന സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്ന, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. You cannot put that image in shame.
Praise the Lord. You are responsible for that, my dear sister and my dear brother. You are created for a reason. Why am I here? What I am doing here? Where am I going to? ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ഒന്ന് ചോദിച്ചേ, നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചേ, നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഒന്ന് നോക്കിയേ. കർത്താവേ, ഞാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതോ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? Am I just still running towards God, or I'm running against God? Am I still functioning properly, or I still malfunction sometimes? I need to fix my life. Lord, come and fix my life. As the manufacturer gives you promise and gives you guarantee and warranty, he fix, he repair, he replace, he rebuild for the sake of the company, the name of the company. If that is so, my God shall come down and repair me and fix my life tonight. This is my prayer. This is my prayer tonight. Lord, come down and fix it. Rebuild my life again. കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു, നിന്റെ ഹിതത്തിനായി എന്നെ ഏൽപ്പിക്കുന്നു, എന്നെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരും വാ തുറന്ന് അല്പസമയം സ്തോത്രം ചെയ്ത്. Shall we all praise God tonight? Hallelujah. Open your mouths and pray to God. കർത്താവെ, വന്ന് എന്നെ ഫിക്സ് ചെയ്യണമേ, എൻ്റെ കുടുംബത്തെ ഫിക്സ് ചെയ്യണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഫിക്സ് ചെയ്യണമേ, അവരുടെ ലൈഫ് ഫിക്സ് ചെയ്യണമേ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ സഭയെ, എൻ്റെ പാസ്റ്ററെ കർത്താവെ ഫിക്സ് ചെയ്യണമേ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയിൽ. ആമേൻ. ഏതോ പരാജയത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ദൈവം ഇന്ന് രാത്രി തിരിച്ചു കൊണ്ടുവരികയാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സക്സസ്ഫുൾ അല്ലാതെ പോകുന്ന ചില കുടുംബങ്ങളെ, ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തെ ദൈവം ഫിക്സ് ചെയ്യുക in the രാത്രിയിൽ. And I strongly believe that God, the Holy Spirit, is fixing some families tonight. You are created not to be a failure. God doesn't want you to be a failure in the community. God doesn't want you to be a failure in your career or in your school or anywhere, even in the church. God wants to make you a successful person because he put his image on you. My sister, my brother, he put his image on you. Hallelujah. Praise the Lord. Hallelujah, hallelujah, hallelujah. കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുകയാ. അവൻ നമ്മുടെ പുറകിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി നിൽക്കുകയാ. അവൻ നമുക്ക് വേണ്ടി ജാഗരിക്കുക. അവൻ നമ്മുടെ ഗ്യാരണ്ടി, അവൻ നമ്മുടെ വാറണ്ടിയാ. നാം നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നാം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സക്സസ് ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന്റെ ക്രിയേഷൻ ആണ്. നമ്മെ റോങ് ആയിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ആക്സിഡന്റ് അല്ല, നാം ദൈവത്തിന്റെ നിർമ്മിതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിൽ നാം ഒരു പരാജയമല്ല. നാം പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ക്രിയേറ്ററായ സൃഷ്ടിതാവായ ദൈവത്തെ അപമാനിക്കലാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.